ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണിന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയത്തില്ല നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏത് ദിശയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്, ഒന്നും തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളെ അതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളൊരു ഡയറക്ഷൻ പൂർണ്ണമായിട്ടും ചൂസ് ചെയ്യുന്നതായിട്ട്, ആ ഒരു ഡയറക്ഷനിലൂടെ പോയി സക്സസ്സിലേക്ക് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മോഡിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മെയിനായിട്ടും 555 ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. 555 ആ ഒരു എനർജി മഹാപരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഡിവൈൻ ടൈമാണ്. ഇവിടെ ഈ ഒരു സമയം യൂണിവേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അർജുനൻ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ്റെ ആ ഒരു അർജുനൻ്റെ കൈ വിറയ്ക്കത്തില്ല. അതേപോലെ ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥ അതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് സ്ഥിതികളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, എല്ലാ സ്ഥിതിയും ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളാണ് എല്ലാത്തിനും കാരണം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇതെല്ലാം യൂണിവേഴ്സാണ് ക്രിയേറ്റ് ആക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ ഈ രീതിയിൽ ക്രിയേറ്റ് ആകുമായിരുന്നു. കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവണമെന്ന് നേരത്തെ ദൈവനിശ്ചയമാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു സ്ഥിതി ഇത്രത്തോളം അതുകൊണ്ട് ഒരു ഗിൽറ്റിൻ്റെ ഭാവം വേണ്ട. നിങ്ങളാണ് കാരണം, നിങ്ങളായിട്ടാണ് ഇങ്ങനത്തെ സ്ഥിതികൾ ക്രിയേറ്റ് ആക്കിയത്. അങ്ങനെ ഒരു ഗിൽറ്റിൻ്റെ ഭാവം വേണ്ട. ഇത് ഇങ്ങനെ ക്രിയേറ്റ് ആവണമെന്ന് ദൈവനിശ്ചയമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഗോചരത്തിൻ്റെ ആ ഒരു സ്ഥിതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആൾക്കാരുടെ വീട്ടിലും ഇപ്പോൾ സ്ഥിതികൾ ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഒരു ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിർദോഷരായിട്ടുള്ള ആൾക്കാർക്ക് വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഈ ഒരു പരിവർത്തനം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് നിങ്ങൾ സ്വയം പറയും, ഇവരുടെ ലൈഫിൽ ഈ ഒരു പരിവർത്തനം അത്യാവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയും. അതേപോലെ നിങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് മറ്റുള്ളവരും പറയും, ഈ ആളിൻ്റെ ലൈഫിൽ ഇത്രയും പെട്ടെന്ന് ഒരു പരിവർത്തനം ഉണ്ടായല്ലോ എന്ന് മറ്റുള്ളവരും നിങ്ങളുടെ ലൈഫ് നോക്കി പറയും. നിങ്ങൾക്ക് ഈ ഒരു സമയം നമ്പർ 6 കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ മുന്നോട്ട് പോകുക, തിരികെ പിറകിലോട്ട് നോക്കരുത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പർ 6ൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങൾ ഒരു വലിയൊരു തടസ്സം കടന്നു വന്നു എന്നാണ്. നമ്പർ 5യുടെ എനർജി പറയുന്നത് നിങ്ങൾക്കൊരു വിക്ടറി ലഭിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം കണ്ട് ഒരിക്കലും വിഷമിക്കരുത്, പിറകെ നോക്കാനും പോകരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും സ്ഥിതികൾ ക്രിയേറ്റ് ആകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലുമുള്ള ഒരു ഗിൽറ്റിൻ്റെ ഭാവത്തോടു കൂടി നിങ്ങൾ ഇരിക്കേണ്ട, ഞാൻ കാരണമാണ് എന്നുള്ള രീതിയിൽ അതിപ്പോഴേ മാറ്റുക. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ഡിസർവ് ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് ഡിസർവ് ചെയ്യാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കാര്യം നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാര്യം പിടിച്ച് ഇരിക്കാതെ അത് വിട്ടിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ വളരെ ശാന്തിപൂർണ്ണമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു സ്ട്രഗിളും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു മെച്യൂറായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതായിട്ട്. ഇവിടെ പരിവർത്തനത്തിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലാതെ അതിനെ ആലോചിച്ച് വിഷമിക്കത്തില്ല. എന്ത് പരിവർത്തനമാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ചില കാര്യങ്ങൾ ഉണ്ട് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള, അതായത് നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്താലും ആ പരിവർത്തനത്തിനെ മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ചില കാര്യങ്ങളെ സമയത്തിന് മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എപ്പോഴും ശ്രീകൃഷ്ണഭഗവാൻ പറയും, ഒരാളെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആ കാര്യം അവർക്ക് മനസ്സിലായാൽ പിന്നെ യുദ്ധമൊന്നും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് യുദ്ധം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടായത്. ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ, എന്നിട്ട് അവർ കേൾക്കുന്നില്ല. പിന്നെ യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിൽ യുദ്ധത്തിലേക്ക് പോയി.
ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിന് പുറത്താണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നേരെയാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എത്ര വിലപ്പെട്ട വർഷമാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തത്. എന്നിട്ടും ആ ഒരു കാര്യം നേരെയാവുന്നെങ്കിൽ പിന്നെ എന്താ പറയുക, സമയത്തിന് മാത്രമേ ആ കാര്യത്തിന് നേരെയാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുക. മനസ്സിലൊരു പേടിയുണ്ട് നിങ്ങൾക്ക്. മുന്നോട്ടുള്ള ലൈഫ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ എന്നുള്ള. അതായത് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളെ ആര് സഹായിക്കും, സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ ആര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്താണ് ഉള്ളത് എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ദൈവം പൂക്കൾ കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതായിരിക്കുമോ, നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ ചില സമയം നിങ്ങൾക്ക് തെറ്റായ ആൾക്കാരുമായിട്ട് തെറ്റായ ഒരു അടുപ്പം ഉള്ളത് കാരണം നിങ്ങൾക്ക് ആ സിറ്റുവേഷന് റിലീസ് ചെയ്തിട്ട് പുറത്ത് വരാൻ പറ്റത്തില്ല. അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇങ്ങനെയുള്ള നിങ്ങൾക്കത് ഡിസർവ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ആളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റത്തില്ല ഈ ആളില്ലാതെ ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഇവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കാണും നിങ്ങൾക്ക് അടുപ്പമുള്ള. അത് നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ശ്രമിക്കുക എന്നാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വിട്ട് കളഞ്ഞിട്ട് മുന്നോട്ട് പോയി നോക്കൂ. നിങ്ങൾക്ക് ഇത്രമാത്രം സന്തോഷം ലഭിക്കും, എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ ഞാൻ എവിടെയാണ് സ്റ്റക്കായിട്ടിരുന്നത് എന്നുള്ള രീതിയിൽ തോന്നും. ഇവിടെ അലൈൻമെൻറ്റ്, ഒരു സന്തുലനം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. 696 നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ യെല്ലോ ബ്ലൂവിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഈ 9ൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓറഞ്ച് യെല്ലോ കോമ്പിനേഷൻ, ഓറഞ്ച് ബ്ലൂ കോമ്പിനേഷൻ, ഇതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ അർദ്ധനാരീശ്വരൻ്റെ ആ ഒരു ഊർജ്ജം നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് പൂർണ്ണതയുടെ ഒരു സങ്കേതമാണ് അർദ്ധനാരീശ്വരൻ്റെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഡിവൈൻ ടൈമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ടൈം എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ മഹാപരിവർത്തനം സംഭവിക്കാൻ പോകുമ്പോൾ 555 ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചോളൂ. ഇത് കണ്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് വളരെ ഭയാനകമായിട്ടുള്ള ഒരു ഇതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുന്നത്. ഇതിനെ കണ്ട്, ഈ ഒരു മഹാപരിവർത്തനത്തെ കണ്ട് ഭയക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കുക. ഇവിടെ പാസ്റ്റിലെ ആ ഒരു വേദനാജനകമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് ദൈവം നിങ്ങളെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് സമാധാനവും ശാന്തിയും നിറഞ്ഞ ആ ഒരു അന്തരീക്ഷം. അവിടെ പച്ചപ്പാണ് നിറയെ. എപ്പോഴും സമാധാനവും ശാന്തിയും ലഭിക്കുന്ന പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷം, അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് യൂണിവേഴ്സ്. അവിടെയാണ് നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം സ്റ്റാർട്ടാവുന്നത്. ഇവിടെ 2 നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നല്ലതാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ നമ്മൾ എത്രത്തോളം നല്ലതായാലും ചില ആൾക്കാർ നമ്മുടെ നന്മയെ വെച്ച് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. കൂടുതലായിട്ട് ഒരാളുടെ മുന്നിൽ നമ്മുടെ നന്മ പ്രകടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതായത് മോശവും ആവാൻ പാടില്ല, ഭയങ്കരമായിട്ട് നന്മ പ്രകടിപ്പിക്കാനും പാടില്ല. ഒരു മിഡിലായിട്ടുള്ള ഒരു വഴിയിൽ അങ്ങനെ പോവുക, ആ വഴിയിൽ പോവുക. കാരണം എല്ലാവരും നമ്മൾ വിചാരിക്കും പോലുള്ള ആൾക്കാരായിരിക്കത്തില്ല നമ്മുടെ ചുറ്റിലുമുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ഒരു മിഡിലിൽ കൂടെ പോകുന്നതാണ് നല്ലത്. അത്രയ്ക്ക് വലിയ ആ ഒരു നന്മ കാണിച്ചാൽ നമുക്ക് പ്രശ്നമാവുമെങ്കിൽ നമ്മൾ അവിടെ നന്മ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നും പറഞ്ഞ് മോശം കാണിക്കാൻ ഞാൻ പറയുന്നില്ല. നന്മ വേണം, മോശം കാണിക്കാതിരിക്കാനും പാടില്ല. അങ്ങനൊരു വഴിയില്ല. ആ വഴിയിൽ കൂടെ പോകാൻ ശ്രമിക്കുക എപ്പോഴും. ചില സമയം നമ്മൾക്ക് ഒരു ആവരണം വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു തേങ്ങയുടെ ആവരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? പുറമേ ഭയങ്കര ഹാർഡായിരിക്കും, ഉള്ളിൽ നമുക്ക് എന്താണ്, അത് വെള്ളമുണ്ട്, അത് ഭക്ഷ്യയോഗ്യമാണ്, എല്ലാമാണ്. അപ്പോൾ അതേപോലെ നമുക്കും ഒരു ആവരണം ഉറപ്പായിട്ടും വേണം. ഇവിടെ നല്ലതായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം, അല്ലാതെ മോശമായി ഇരിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ആവരണം എപ്പോഴും ഉണ്ടാവണം.
ഈ ഒരു ആവരണം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ യൂസ് ചെയ്യും, നിങ്ങളുടെ നന്മയെ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിവൈൻ ടൈം വന്നിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ടൈം നിങ്ങളെ ഗോൾഡൻ ടൈമിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി മുന്നോട്ട് എന്ത് സംഭവിച്ചാലും നിങ്ങൾ പറയും, എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പറയും. ഇവിടെ ഇതിനെയും കാട്ടി നല്ല ഒരു സന്തോഷം എനിക്കിപ്പോൾ ലഭിക്കാൻ തുടങ്ങി. മുന്നേ എനിക്ക് ഇത്രയും സന്തോഷം ഇല്ലായിരുന്നു, ഇപ്പോൾ നല്ല സന്തോഷം ലഭിക്കാൻ തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സാലെ പറയും. നിങ്ങളുടെ ലൈഫിലെ വെയിറ്റിംഗ് ഗെയിം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വെയിറ്റിംഗ് ഗെയിം കാരണം വളരെ വലിയ രീതിയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകണം, ചിലതിൽ ഒരു മാറ്റം ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഒരു മാറ്റമാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മാറ്റം, അതായത് ഒരു സ്പേസ് നിങ്ങൾക്ക് ലഭിക്കണം. ചില കാര്യങ്ങളിൽ ഒരു എന്താ പറയുക, സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനി നിങ്ങൾക്കൊരു സ്പേസ് കിട്ടണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ഒന്നുമില്ലായ്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് തോന്നാൻ എന്തെങ്കിലും കാരണം കാണും. നാളെ ആ ഒരു ഒന്നുമില്ലായ്മയിൽ ദൈവം എന്താണ് നിറയ്ക്കുന്നതെന്ന് അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും ഓരോ സ്ഥിതിയും ക്രിയേറ്റ് ആവുന്നതും എല്ലാം സംഭവിക്കുന്നത്. അത് നമ്മൾ എക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത്. ഒരു വ്യക്തിയുടെ മോശമായിട്ടുള്ള കളി നിങ്ങളുടെ ലൈഫിൽ അതും അവസാനിക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി വലിയ ഒരു ഗെയിമറായിട്ടാണ് അവരെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും മോശം രീതിയിലുള്ള പല കളികളും അവർ കളിക്കുന്നത്. അവരുടെ ആ ഒരു കളികൾ അവസാനിക്കാൻ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ നല്ലതും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന സമയം. ഇനി നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് വരുന്നത് എന്ന്. അങ്ങനെ ഒരു മാറ്റം വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ തിരിച്ച് പാസ്റ്റിലെ ലൈഫിലേക്ക് തിരിഞ്ഞ് നോക്കത്തില്ല. മുന്നത്തെ ആ ഒരു എനർജി എങ്ങനെയെന്ന് വെച്ചാൽ എപ്പോഴും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആ ഒരാളായിരുന്നു നിങ്ങൾ. പക്ഷേ ഇനി നിങ്ങൾക്ക് ദൈവം സന്തോഷം തന്ന് പാസ്റ്റിലെ കാര്യങ്ങൾ പോലും നിങ്ങൾ ഓർക്കത്തില്ല. അത്രമാത്രം ഹാപ്പിയായിട്ട് നിങ്ങൾ ലൈഫ് ജീവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അവരുടെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ മായ്ക്കാം, അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് അത്രമാത്രം സന്തോഷം കൊടുക്കുമ്പോൾ അവർ പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറക്കും. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹീലിംഗ് ഈശ്വരൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഹീലാവണമെന്ന്, പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം മറക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വരാൻ പോകുന്ന സമയം നിങ്ങളുടെ എന്തെങ്കിലും ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ലാഭം 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 ഇതായിരിക്കും കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറി നിങ്ങൾക്ക് എന്തോ രീതിയിലൊരു ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സമയം നിങ്ങൾ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം വളരെ സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ മോശം ആയിട്ടുള്ള ആ ഒരു പാറ്റേണിനെ അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരാണോ നിങ്ങളുടെ തീരുമാനത്തിൽ പ്രശ്നം വയ്ക്കുന്നത്, അതായത് നിങ്ങളുടെ തീരുമാനം തെറ്റാണ് എന്ന് പറയുന്നത്, ആരാണോ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, നിങ്ങൾ തീരുമാനം എടുത്താൽ തെറ്റ്, എല്ലാത്തിനും തെറ്റ് ചോദ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ ഒരു അവസാനം, അതായത് ഇനി ആരും നിങ്ങളുടെ തീരുമാനത്തെ ചോദ്യചിഹ്നമായിട്ട് വരരുത്. അതായത് നിങ്ങളെടുത്ത തീരുമാനം തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞ് ആരും ചോദ്യമായിട്ട് വരരുത്. അതിലൊരു അവസാനം യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ തീരുമാനങ്ങൾ എല്ലാത്തിലും ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പാറ്റേൺ പൂർണ്ണമായിട്ടും യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്നതാണ്. ഇവിടെ വരാൻ പോകുന്ന സമയം യൂണിവേഴ്സിൻ്റെ കൃപ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വരാൻ പോകുന്ന സമയം യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല ഇങ്ങനൊരു സപ്പോർട്ട് ലഭിക്കുമെന്ന്. ആ രീതിയിൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഇവിടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കരിയർ റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രൊഫഷണൽ ലൈഫ് സ്റ്റേബിൾ ആകുമ്പോൾ പ്രൊഫഷണൽ ലൈഫിൻ്റെ കൂടെ തന്നെ പേഴ്സണൽ ലൈഫും സ്റ്റേബിൾ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളൽ, റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം മാറി പേഴ്സണൽ ലൈഫ് നേരെയാവുന്നതായിട്ട്, സ്റ്റേബിൾ ആവുന്നതായിട്ട്, ബാലൻസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഗ്രീൻ കളറിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ് എന്നാണ്. അത് നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെയാവുന്നതാണ്. വരാൻ പോകുന്ന സന്തോഷത്തെ നിങ്ങൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ഇന്നലെ എന്ന് സംഭവിച്ചു, ഇനി നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊന്നും ആലോചിക്കാതെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, എന്ത് സന്തോഷമുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കും. ആ രീതിയിൽ നിങ്ങൾ ജീവിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിവൈൻ ടൈമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമെന്ന് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ മാറാൻ വേണ്ടി ആയിട്ടാണ് ഉള്ളത്. അത് മാറുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് മാറുന്നതെന്ന് വിചാരിച്ച് അക്സെപ്റ്റ് ചെയ്യുക. ഇത് ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സപ്പോർട്ടും ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഒരു രീതിയിലുമുള്ള ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ആർക്കും നിങ്ങളെ തെറ്റാണ് നിങ്ങളെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ സാധിക്കത്തില്ല. കാരണം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും സപ്പോർട്ടും നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ ഡെസ്റ്റിനിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തോ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ആർക്കും നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങളുടെ ഓറ, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ പ്രവൃത്തി ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആൾക്കാർക്കും അത് കാണുമ്പോൾ ഒരു എന്താ അത്ഭുതം തോന്നി. ഇതെങ്ങനെ ഇവർക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ സാധിക്കുന്നു, ഈ രീതിയിൽ സംസാരിക്കുന്നു, ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ അവർക്കും തോന്നും. ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും ആംഗ്രി ബേർഡ് ആവരുത്. ദേഷ്യം വളരെ കുറച്ച് മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടുള്ള കാര്യം. ഇവിടെ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. രാവിലെ എണീച്ച് സൂര്യഭഗവാന് ജലം അർപ്പിക്കുന്ന ഒരിക്കലും നിർത്താൻ പാടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വിഷ്ണു സഹസ്രനാമം കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ പാടാൻ പറ്റുമെങ്കിൽ പാടുക. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് പിന്നെ ഹനുമാൻ ചാലീസ പറയുന്നത് നല്ലതാണ്. ഇതും അല്ലെങ്കിൽ ദുർഗാ കവചം നിങ്ങൾക്ക് പറയുകയോ കേൾക്കുകയോ ചെയ്യാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ കരിയർ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ 5 മിനിറ്റെങ്കിലും 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുമുള്ള ടെൻഷൻ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങൾ മോശം ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മോശം ചിന്തിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നത് നല്ലതായിട്ടാണ് വരാൻ പോകുന്ന സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് നിങ്ങൾ ആവശ്യമില്ലാതെ പാസ്റ്റിലെ കാര്യം ആലോചിച്ച് വിഷമിക്കണം. നല്ലത് മാത്രം ചിന്തിച്ച് നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വർക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഇനി എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയിൽ ഇരിക്കുക. അല്ലാതെ താടിയിൽ കൈയും വെച്ച് വിഷമിച്ച് അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. സെലിബ്രേഷൻ്റെ മൂഡിൽ എപ്പോഴും ഇരിക്കുക. എങ്കിൽ ആ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഏഞ്ചൽസ് നമ്പേഴ്സ് വീണ്ടും നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കാൻ പറ്റുന്നെങ്കില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇന്ന ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ അർത്ഥം എന്താണ് എന്ന്. കാരണം ഓരോ സമയം ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല രീതിയിലും സൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലെ നെഗറ്റീവായിട്ടുള്ള പല വാതിലുകളും അടയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് അടയുന്നത് നല്ലതാണ്. കാരണം നിങ്ങളത് ഡിസർവ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു സമയം നിങ്ങൾ പ്രാർത്ഥന ചെയ്തിട്ടുണ്ടാകും, എൻ്റെ ലൈഫിൽ നിന്ന് ഈ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും മാറ്റി തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥന ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നെഗറ്റീവായിട്ടുള്ള വാതിലുകളെല്ലാം അടയുന്നത്. ഇവിടെ എൻ്റെ ലൈഫിൽ എന്നെ വിഷമിപ്പിക്കുന്ന, എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സിറ്റുവേഷൻസ് എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് എനിക്ക് ഉണ്ടാകണം ദൈവമേ എന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒത്തിരി ഇറിറ്റേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ. മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇവിടെ ഈ ഒരു വാതിൽ അടയാൻ പോവുകയാണ്. ആ ഒരു വാതിൽ അടയാൻ പോകുന്നത് സമയം മനഃപൂർവ്വമായിട്ട് അടയ്ക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഡിസർവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദൈവം ആ വാതിൽ അടയ്ക്കുന്നു.
നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു ജന്മത്തെ മോശം പറയരുത്. കാരണം നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി നമ്മളെ മനഃപൂർവ്വമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മമാണ്. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ചില കാർമികമായിട്ടുള്ള വാതിലുകൾ നിങ്ങൾക്ക് അടയുന്നതായിട്ടാണ് കാണാൻ അത് അടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമയചക്രം തീരുമാനിക്കും നിങ്ങൾ മുന്നോട്ട് പോകണമോ അതോ സ്റ്റക്കായിട്ടിരിക്കണമെന്ന്. സമയചക്രം തീരുമാനിക്കുകയാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും, അല്ലാതെ സ്റ്റക്കായിട്ടിരിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രം പറയാം, എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയാണെന്ന് പറയുക. നമ്മൾ എത്രത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആകുമോ അത്രത്തോളം നമുക്ക് നല്ലതാണത്. നിങ്ങൾക്ക് 0 നമ്പറുകളായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ ഭാവിയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ ഹൃദയവും മനസ്സും ഇത്രമാത്രം സ്ട്രോങ് ആക്കുക, എല്ലാ രീതിയിലും അങ്ങയുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ ഒരിക്കലും മോശം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് പറയുന്നില്ല, നല്ലതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റിലെ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു അറ്റാച്ച്മെൻ്റ് ആണ്, അത് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സമയം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാവുമ്പോൾ നിങ്ങളുടെ ജീവിതം പിന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സമയത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല. അങ്ങനെ മാറ്റം അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രകൃതി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മളെ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. എന്താണോ നിങ്ങളെ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നത് അതിൽ മാറ്റം കൊണ്ടുവരിക. അല്ലാത്തതിന് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, എന്നിട്ട് ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. കാരണം യൂണിവേഴ്സ് എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരിക്കലും ആറ്റിറ്റ്യൂഡോ ഈഗോയോ ഒന്നും തന്നെ വയ്ക്കാൻ പാടില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. കാരണം ഈ ഒരു സമയം നമ്മുടെ കർമ്മം നല്ലതായിട്ട് വച്ചാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെ നല്ല ഒരു സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ ഒത്തിരി ധൈര്യം വെച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രമാണ് നിങ്ങൾ അനുഭവിച്ചത് ലൈഫിൽ. അപ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ആ ഒരു പുകഴ്ത്തി പറഞ്ഞാൽ മതിയാവത്തില്ല, അത്രമാത്രം ഒരു ധീരതയാണ് നിങ്ങൾ വച്ചത് ലൈഫിൽ. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ നല്ല കർമ്മം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. അല്ലാതെ മോശം കർമ്മത്തിലോട്ടൊന്നും പോവരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരികയുള്ളൂ. ഇനി വരാൻ പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളെ വയ്ക്കാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു ശ്രദ്ധ അതും വയ്ക്കുക. കാരണം നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് മറ്റൊരാൾക്ക് വേദനാജനകമായി മാറരുത്. അങ്ങനെ ശാപവാക്കുകളോ ദേഷ്യം വരുമ്പോൾ മോശം വാക്കുകളോ ഒന്നും നിങ്ങൾ പറയരുത്. ഈ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. 2, നിങ്ങളുടെ വാണി, അതായത് നിങ്ങളുടെ ശബ്ദം നല്ലതായിട്ട് വയ്ക്കുക എപ്പോഴും. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.